ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ റിവിഷൻ സെക്ഷനിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടോപ്പിക്സ് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് നോക്കി. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കുക നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് എന്താണ്, ഡൈനാമിക്സ് എന്താണെന്ന് കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. എന്നാൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമുക്ക് മോഷൻ നിൽക്കുന്ന ഒന്നിനെ കുറിച്ച് പഠിക്കുന്നത് പറയുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക്സ് മീൻസ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡീൽ വിത്ത് ദ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഓക്കെ, മോഷൻ അല്ല, റെസ്റ്റ്. ഓക്കെ, സ്റ്റാറ്റിക് മീൻസ് എന്താണ്, സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ് നിൽക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, റെസ്റ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് മൂവിങ്. ഓക്കെ, സംതിങ് വിച്ച് ഈസ് മൂവിങ്. അപ്പോൾ അതാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക്സിനെ കുറിച്ചും ഡൈനാമിക്സിനെ കുറിച്ചും എന്താണ് ആ വേർഡ്സ് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതാണ് നമുക്ക് രണ്ട് ഫ്ലൂയിഡ്സിന്റെ രണ്ട് രീതിയിൽ. ഓക്കെ, സ്റ്റാറ്റിക് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൊഹഷൻ, അഡ്ഹഷൻ, അതുപോലെ തന്നെ പ്രഷേഴ്സ്, ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ബേസിക്കലി വരുന്നത്. അതേസമയം നമുക്ക് ഡൈനാമിക്സ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ടർബുലൻസ്, സ്ട്രീം ലൈനിറ്റി, ബെർണോളിസ് ഇക്വേഷൻ, വെഞ്ചുറി മീറ്റേഴ്സ്, ഓക്കെ, വിസ്കോസിറ്റി, ഡിഫ്യൂഷൻ, ഇങ്ങനെ ഒരുപാട് ടേംസ് വരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടന്റ് പഠിക്കേണ്ടത് എവിടെയാണ്, നമ്മുടെ 4ാമത്തെ മോഡ്യൂളിലാണ്. ഓക്കെ, ലാസ്റ്റത്തെ ഒരു മോഡ്യൂളിലാണ് നമുക്ക് കൂടുതൽ ടോപ്പിക് അവിടെ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസ് അവിടെ എന്തായിരിക്കും, നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കൂടുതലായിരിക്കും. ഏത് ടോപ്പിക്സിലാണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ അതിൽ 16ാമത്തെ യൂണിറ്റ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതും അതായത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഫ്ലൂയിഡ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജസ്റ്റ് ലിക്വിഡ്സ് മാത്രമല്ല, ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിക്കകത്താണ് നമ്മുടെ ഗ്യാസസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഗ്യാസസിനെയും ലിക്വിഡ്സിനെയും കൂടി കമ്പൈൻ ചെയ്താണ് ഫ്ലൂയിഡ്സ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഗ്യാസസിന്റെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ലിക്വിഡ്സിന്റെ കേസും വരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ആവല്ല, അത് ഗ്യാസസ് ആണോ ലിക്വിഡ്സ് ആണോ എന്ന രീതിയിൽ കൺഫ്യൂഷനോട് വരരുത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് അവിടെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ മോഷനുമായി ബന്ധപ്പെട്ടാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഇപ്പൊ നമുക്ക് ബെർണോളിസ് തിയറി ഒക്കെ അറിയായിരിക്കും. ബെർണോളിസ് തിയറി സാധാരണ അപ്ലൈ ചെയ്ത് നമ്മുടെ എയർപ്ലെയിൻ ഇതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, എയറോഡൈനാമിക്സിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ നമ്മുടെ ഡിഫ്യൂഷൻ, ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇതിൽ ഡിഫ്യൂഷൻ പഠിക്കാനുണ്ട്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ തുടങ്ങിയ പ്രോസസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും നമ്മൾ ഡിഫ്യൂഷൻസും സാധാരണ കാണുന്ന ഏതിലാണ്, ലിക്വിഡ്സിൽ കാണാറുണ്ട്. അതിന് പുറമെ തന്നെ നമ്മൾ കൂടുതലും ഡിഫ്യൂഷൻസ് കാണുന്നത് എവിടെയാണ്, നമ്മുടെ ഗ്യാസസിലാണ്. ഗ്യാസസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസെൻസ് സ്റ്റിക്സ് ഒക്കെ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ സ്മെല്ല് നമ്മുടെ റൂമിൽ വ്യാപിക്കാറുണ്ട്. പെർഫ്യൂംസ് ഒക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട്. സോ അതെല്ലാം എന്താണ്, ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് നടക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്ലൂയിഡ്സിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഓക്കെ, ഫ്ലൂയിഡ്സ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കേസ് നമുക്ക് ആദ്യം തന്നെ ഒരു സെക്ഷനിൽ നമുക്ക് എന്താണ് ഫ്ലൂയിഡ്സ് മോഷൻ, ഓക്കെ, ഫ്ലൂയിഡ് മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ആ ഒരു ടർബുലൻസ്, സ്ട്രീം ലൈൻ ഫ്ലോ, ഓക്കെ, ടൈപ്സ് ഓഫ് ഫ്ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫ്ലോസ് നമ്മൾ എന്തിനാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചില സമയത്ത് ഒരു ഫ്ലൂയിഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ്സ് ഒക്കെ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൈലി വിസ്കസ് ആയിട്ട് ലിക്വിഡ്സ് അവിടെ ആ ഒരു കണ്ടിന്യൂസ് രീതിയിൽ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. അതേസമയം നമ്മളൊരു അരുവിയിലോ അല്ലെങ്കിൽ ആറ്റിന്റെ സൈഡിലൊക്കെ പോകുന്ന, ആറിന്റെ ഒക്കെ സൈഡിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് എന്താ ഒരു കയോസ് ആയിട്ട്, റാൻഡംനെസ് ആയിട്ട് അവിടെ ഫ്ലോ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, അത് നമുക്ക് ടർബുലന്റ് ഫ്ലോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഗ്യാസസിലും ലിക്വിഡ്സിലും എന്ത് ചെയ്യാറുണ്ട്, ഇത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഗ്യാസസ് എന്താണ്, ഗ്യാസസ് കംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ആണ്. അതേസമയം നമ്മുടെ ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകംപ്രസിബിൾ ലിക്വിഡ്സ് ആണ്. ഓക്കെ, ഇൻകംപ്രസിബിൾ ലിക്വിഡ്സ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മുടെ ഈ ഒരു എല്ലാത്തിനും എന്തുണ്ട്, ഒരു ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ലിക്വിഡ്സിനെല്ലാം ഓരോ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയേഴ്സ് തമ്മിൽ എന്തുണ്ട്, ഒരു നമ്മുടെ ഒരു ഫ്രിക്ഷൻ കേസ് വരുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ അടുത്ത് നമ്മുടെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 18ാമത്തെ ആ ഒരു സെക്ഷനിൽ യൂണിറ്റിൽ നമ്മൾ വിസ്കോസിറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. ദെൻ നമുക്ക് പറയാം പിന്നീട് വരുന്നത് വെച്ചാൽ ഈ ഒരു ഫ്ലോ ലൈൻ ആണ്. ഓക്കെ, നമുക്കൊരു ഒരു മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു എന്താ ഫ്ലൂയിഡ്സിന്റെ ഒരു മോഷനെ, പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്ലോ ലൈൻസ് നമുക്ക് പറയുന്നതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോസിനെ കാണിക്കാറുണ്ട്. ഫ്ലോ ലൈൻസിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ നമുക്ക് അത് സ്ട്രീം ലൈൻ ഫ്ലോ മാറ്റുന്നത് ടർബുലന്റ് ഫ്ലോ ആയിട്ട് അവിടെ മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഫ്ലോ ലൈൻസ് എന്നൊക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം, റിമെമ്പർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഫ്ലോ ലൈൻസ് എന്താണ് ജസ്റ്റ് ഐഡിയ കൊണ്ടാണ്. then അതുപോലെ തന്നെ എന്താണ് ടർബുലന്റ് ഫ്ലോ, എന്താണ് ലാമിനാർ ഫ്ലോ. ഓക്കെ, ടർബുലന്റ് ഫ്ലോയും ലാമിനാർ ഫ്ലോയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പറയാം ഈ ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ലാമിനാർ ഫ്ലോ നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോ ഏകദേശം സെയിം ആണ്.
സോ അവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എല്ലാ ലെയേഴ്സോടെ പാരലൽ ആയിട്ട് ഫ്ലോ നമുക്ക് അവിടെ നടക്കുന്നത്. അതേസമയം ടർബുലന്റ് ഫ്ലോയിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു മിക്സിംഗ് അപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലോ വിസ്കോസിറ്റി ഉള്ള കേസിൽ, ഓക്കെ, ലോ വിസ്കോസിറ്റി ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, വിച്ച് വിൽ ഓക്കർ ഇൻ ദ ലോ വിസ്കോസിറ്റി അല്ല വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി പക്ഷേ തിരിച്ചാണ് കേട്ടോ. വിസ്കോസിറ്റി കൂടിയതിന് ലാമിനാർ ഫ്ലോയും വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡിന് ടർബുലന്റ് ഫ്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഓയിൽ ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഓയിൽ നമ്മളിപ്പോൾ കുക്കിംഗ് യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും മതി, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതൊരു ടർബുലന്റ് ഫ്ലോയിലാണ്, ലാമിനാർ ഫ്ലോയിലാണ് പോകുന്നത്. ഓക്കെ, ലാമിനാർ ഫ്ലോയിൽ പോകാറുണ്ട്. അതേസമയം നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളമാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ, വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ അത് ടർബുലന്റ് ഫ്ലോയിലാണ് പോകുന്നത്. കാരണം എന്തുകൊണ്ട്? കാരണം അവിടെ വിസ്കോസിറ്റിയുടെ ഇതിൽ വ്യത്യാസം വരുന്നതാണ്. വിസ്കോസിറ്റി ഓയിൽസിന് അവിടെ കൂടുതലായിരിക്കും, വാട്ടറിനോട് വിസ്കോസിറ്റി കുറവായിരിക്കും. അതേസമയം ലാമിനാർ ഫ്ലോ വെലോസിറ്റി, ലോവർ വെലോസിറ്റിയിലാണ് നമുക്ക് ലാമിനാർ ഫ്ലോ നടക്കുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ നമുക്ക് അവിടെ ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ, ടർബുലന്റ് ഫ്ലോ ആയിട്ട് എന്ത് ചെയ്യും, അവിടെ മാറും. മനസ്സിലായോ അത്? ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും ജസ്റ്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കണം. പിന്നെ ആ റെനോൾഡ് നമ്പേഴ്സിന്റെ ബേസിസിൽ, ഓക്കെ, റെനോൾഡ് നമ്പേഴ്സിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് ആ ലാമിനാർ ഫ്ലോ വരുന്നത്, അതുപോലെ തന്നെ ടർബുലന്റ് ഫ്ലോയുടെ വാല്യൂസ് എന്താണ്. ലാമിനാർ ഫ്ലോയുടെ ലെസ് ദാൻ എന്തായിരിക്കും, 2000 ആയിരിക്കും. ഓക്കെ, റെനോൾഡ് നമ്പറിന്റെ വാല്യൂ, റെനോൾഡ് നമ്പർ മീൻസ് അത് നമുക്ക് അവിടെ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ടർബുലന്റ് ആണോ സ്ട്രീം ലൈൻ ആണോ എന്ന് നോക്കുന്നതാണ് നമുക്ക് ശരിക്കും ആ ഒരു റെനോൾഡ് നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രേറ്റർ ദാൻ 4000 വന്നാൽ എന്തായിരിക്കും, അതോടെ നമുക്ക് ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിന്റെ ഇതാണ്. ദെൻ നമുക്ക് പിന്നീട് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചിലപ്പോൾ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡെറൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ പറയുന്നത്, നമുക്ക് അതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ മാസ് ആണ്. ഓക്കെ, മാസ് അവിടെ കൺസേർഡ് ആണ്. കാരണം ഇതുവഴി എൻട്രി ചെയ്ത മാസിന് എന്ത് ചെയ്യുന്നു, അപ്പർ സൈഡിൽ കൂടി അതുവഴി ലീവിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് മാസ് ഓഫ് എ മൂവിംഗ് ഫ്ലൂയിഡ് ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ മാസ് ഫ്രം വൺ എൻഡ് ടു ദ അനദർ. ഓക്കെ, അതായത് മാസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, മാസിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാം മാസിന്റെ കൺസിഡറേഷൻ. ഓക്കെ, അവിടെ വേറെ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷനിലൂടെ നമ്മൾ അതിനെ കൊണ്ടുവന്ന് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മളുടെ ഫസ്റ്റ് കേസിൽ, നമ്മൾ ആദ്യത്തെ ഒരു കേസ്, ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന ആ ഒരു റിലേഷൻ. കാരണം ഇവിടെ പോകുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് എടുക്കുന്നു, അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് കിട്ടും. ഓക്കെ, എത്ര ദൂരം ഹൈറ്റ്, ഓക്കെ, ആ ഒരു ഹൈറ്റിന്റെ ആ ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാൽക്കുലേഷൻ എടുത്തുകൊണ്ട് ഡെറിവേഷൻ നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഡെൻസിറ്റി ഇക്വേഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മാസിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാസിന്റെ ഇക്വേഷൻ എടുക്കാം. കാരണം മാസ് ആണല്ലോ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, മാസ് ആണ് കൺസേർഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് രണ്ട് മാസം ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ വോളിയം ടേംസിൽ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്തിലോട്ട് മാറ്റുന്നുണ്ട്, നമ്മൾ അവിടെ മാസിന്റെ ടേംസിലോട്ട് മാറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് മാസ്, ഓക്കെ, ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, A1 B1 മീൻസ് ഇറ്റ് ഈസ് ദ വോളിയം ആണ്. ഓക്കെ, വോളിയം ആണ് A1 B1 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വോളിയം ടേംസിലോട്ട് മാറ്റി, മാസിന്റെ ടേംസിലോട്ട് മാറ്റി. മാസിന്റെ ടേംസിലോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് മാസും അവിടെ ഇക്വൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, A1 B1 ഇസ് ഈക്വൽ ടു A2 B2 എന്ന് കിട്ടും. ഓക്കെ, നമ്മളത് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മൾ ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, എന്താണ് ആ ഒരു നമ്മുടെ എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ദെൻ അപ്ലിക്കബിൾ ലെവലിൽ, ഓക്കെ, അപ്ലൈ ലെവലിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ ചോദിക്കേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, കാരണം അറിയാം നമ്മുടെ ടോപ്പിക്സ് ആ ഒരു ബേസ്ഡാണ്. അവിടെ അപ്ലൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, അതാണ് ബേസിക്കലി അവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ വരുന്നത്, ഈ ഒരു കണ്ടിന്യൂറ്റി എന്ന ടോപ്പിക്. അപ്പോൾ നമ്മുടെ 16th യൂണിറ്റ് ഇതുവരെയാണ്. അതായത് നമ്മുടെ ജസ്റ്റ് അവിടെ ഫ്ലോസിനെ കുറിച്ച്, ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. നമ്മുടെ ബെർണോളി ഇക്വേഷൻ മുതൽ നമ്മുടെ 17ാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 17th യൂണിറ്റ് നെക്സ്റ്റ് സെക്ഷനായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഏകദേശം കറക്റ്റ് അറിയാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ 1 മാർക്കും 2 മാർക്ക് 7 മാർക്ക് ആ ഒരു ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ചാപ്റ്റേഴ്സിൽ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ടോപ്പിക്സിന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് കാരണം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കൊരു 2 അവേഴ്സിന്റെ പോർഷൻ മാത്രമേ നമുക്ക് ഈ 16ാമത്തെ യൂണിറ്റിൽ വരുന്നുള്ളൂ. ബട്ട് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും ഇതൊക്കെ നമുക്ക് അവിടെ കൂടും. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ബാക്കി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16th യൂണിറ്റിന്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് ചോദിക്കുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ടർബുലന്റ് ഫ്ലോ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ നമുക്ക് ആ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഒരു
ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. അപ്പോൾ ഡെഫിനിഷൻസ് ആണ് നമ്മൾ അവിടെ എഴുതാനായിട്ട്. സോ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ സാധാരണ ലാമിനാർ ഫ്ലോ എന്നും പറയാറുണ്ട്. ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോയുടെ മറ്റൊരു പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാമിനാർ ഫ്ലോ. ഓക്കെ, ലാമിനാർ ഫ്ലോ. അപ്പോൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് പറയാം, അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പാത്ത് ഫോളോ ചെയ്യുന്ന ഒരു ഫ്ലോ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇതിന് എന്തുണ്ടാവും, ഇത് പാരലൽ ആയിരിക്കും. ഓക്കെ, ഫ്ലോ ഇസ് പാരലൽ ഇൻ ടു ദ എന്തിന്റെ പാരലൽ ആയിരിക്കും, ടു ദ ലെയർ. ഓക്കെ, ലെയറിൽ സ്ട്രീം ലൈൻ പാരലൽ ആയിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇവിടുത്തെ ഒരു മിക്സിങ്ങോ ടർബുലൻസോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാം എന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലോ നമുക്ക് അവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ ലോ വെലോസിറ്റിയിലാണ് നടക്കുന്നത്. ഓക്കെ, ലോ വെലോസിറ്റീസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രീം ലൈൻ ഫ്ലോ നടക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ലോ വെലോസിറ്റി. മറ്റെന്ത് കാര്യം വരുന്നുണ്ട്, നെക്സ്റ്റ് കേസ് വെച്ചാൽ നമുക്ക് അവിടെ വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞു വിസ്കസ് ഫ്ലൂയിഡ്സ്. ഓക്കെ, വിസ്കസ് ഫ്ലൂയിഡ്സ് ആണ് എന്ത് കൂടുതൽ നമുക്ക് അവിടെ ഈ ഒരു ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ നമുക്ക് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, നമ്മുടെ ഈ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫൈൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻസും ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം കൂടി ഒന്ന് എഴുതിക്കുക. കീ പോയിന്റ്സ് ഇപ്പോൾ എന്താ ലാമിനാർ ഫ്ലോ ആണ്, ലോ വെലോസിറ്റി ആണ്, വിസ്കസ് ഫ്ലൂയിഡ്സ് ആണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാം. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അത് ഡിപ്പെൻഡന്റ് ആണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കും. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഒന്ന് വായിച്ച് വെച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, കാരണം വളരെ ചെറിയ ചെറിയ ടോപ്പിക്സേ ഉള്ളൂ, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എന്ത് അവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് തരുമ്പോഴും അതിൽ ഒരു നമുക്ക് ലിമിറ്റ് ഉണ്ട് ആൻസേഴ്സ് എഴുതുന്നതിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അവിടെ റെഫർ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ആൻസേഴ്സ് കൂടി കൊടുക്കുക. ആൻസേഴ്സ് കൊടുക്കാൻ മീൻസ് കണ്ടന്റ് ഒക്കെ ഇതുണ്ടാവണം, ബട്ട് കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് ആൻസേഴ്സ് കുറച്ചുകൂടി എന്ത് അവിടെ ആഡ് ചെയ്ത് എന്ത് ചെയ്യേണ്ടത്, അവിടെ ആൻസേഴ്സ് എഴുതാനായിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. List the characteristics of an ideal fluids. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഐഡിയൽ ഫ്ലൂയിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ഒരു ഐഡിയൽ ഫ്ലൂയിഡ്, then അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഹൈപ്പോത്തറ്റിക്കൽ ഫ്ലൂയിഡ്സ് ആണ്. കാരണം നമുക്ക് ഈ 100% ഐഡിയൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിപ്പോൾ എങ്ങനെ ഐഡിയൽ നോക്കിയാലും അതെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഫോൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. നമുക്ക് നാച്ചുറലി ഇങ്ങനൊരു ഒരു ഐഡിയൽ കണ്ടീഷൻ നമുക്ക് ഒക്കർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസ് വൈസ് പറയാം. ഒരു ഐഡിയൽ ഫ്ലൂയിഡ്സിനെ സംബന്ധിച്ച് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോ ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ടാവത്തില്ല. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഫ്ലൂയിഡ് എന്തായിരിക്കും, സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോ ഫ്രിക്ഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇവിടെ ആക്ട് ചെയ്തില്ല. ഓക്കെ, എന്തായിരിക്കും, നോ എക്സ്റ്റേണൽ ഫോഴ്സ്, നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് പറയാം നോൺ വിസ്കസ് ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, നോൺ വിസ്കസ് ആയിരിക്കും. അപ്പോൾ വിസ്കോസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, വിസ്കസ് ആയിരിക്കും, നോൺ വിസ്കസ് ആയിരിക്കും. സോ വിസ്കോസിറ്റി ഇവിടെ കുറവാണ്. പിന്നെ ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഓക്കെ, എന്താണ് കംപ്രസിബിൾ, നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇത്തരം ഫ്ലൂയിഡ്സ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഐഡിയൽ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഐഡിയൽ ഫ്ലൂയിഡ്സ് നമ്മളിവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 2 മാർക്കിലെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ലെവലിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് റിമെമ്പർ ലെവലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നാച്ചർ ഓഫ് മൂവ്മെന്റ് ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ ദ ടർബുലന്റ് ഫ്ലോ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു ടർബുലന്റ് ഫ്ലോയിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് നമുക്കവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടർബുലന്റ് ഫ്ലോ ആവുന്ന സമയത്ത് എങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ടർബുലന്റ് ഫ്ലോ നമുക്കറിയാം അവിടെ പാരലൊന്നും ആയിരിക്കത്തില്ല, എന്തായിരിക്കും, റാൻഡംലി ഓർഡർ. ഇപ്പോൾ നമുക്ക് സ്ട്രീം ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, സ്ട്രീം ലൈൻ എല്ലാം എന്തായിരിക്കും, ഒരേ ലെവലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വെലോസിറ്റീസ് പോകുന്നത്. സോ ഇതാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം ടർബുലന്റ് ആവുന്ന സമയത്തോ ടർബുലൻസ് ആവുന്ന സമയത്ത് നമുക്കവിടെ ഇങ്ങനെ കയോസ് ഫോം ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു വേവി മോഷൻസ് അവിടെ ഫോം ചെയ്യും. ഒരു റാൻഡംനെസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് പറയുന്നത്, നമുക്ക് അവിടെ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറയാം എന്ന് കയോട്ടിക് ആൻഡ് റാൻഡം എന്ന് പറയാം. ഓക്കെ, എന്താണ് കയോട്ടിക്, CHAOTIC. ഓക്കെ, കയോട്ടിക് ആൻഡ് റാൻഡം. ഓക്കെ, കയോട്ടിക് ആൻഡ് റാൻഡം എന്നാണ് എന്തിനറിയപ്പെടുന്നത്, നമ്മുടെ ഈ ഒരു ടർബുലന്റ് ഫ്ലോ നമ്മളിവിടെ പറയുന്നത്. കാരണം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു പോകുന്ന സ്ഥലത്തെല്ലാം ഒരു ഇറഗുലർ പാറ്റേൺ. ഓക്കെ, എങ്ങോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകുന്നോ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഒരു ടർബുലന്റ് ഫ്ലോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒരു വേൾപൂൾസും അല്ലെങ്കിൽ ഒരു മിക്സിങ്. ഓക്കെ, കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു മിക്സ് ആയത്. അപ്പോൾ നമ്മുടെ ഒരു എന്താ നമ്മുടെ
ആറിൽ കൂടിയും റിവേഴ്സിൽ കൂടിയൊക്കെ വാട്ടർ ഫ്ലോ ചെയ്യാൻ ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ, നമ്മൾ കടലിൽ തിരമാലകൾ ഇങ്ങനെ വരുന്നതോ അതൊക്കെയാണ് എന്ത് നമുക്കൊരു ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അവിടെ സ്ട്രീം ലൈൻസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി അവിടെ കാണത്തില്ല, ഒരു കംപ്ലീറ്റ് ഒരു കയോട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു റാൻഡംനെസ് ആയിരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, give one practical situation in which consequence of the equation of continuity. അതായത് ഇത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എഴുതാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ ഐഡിയാസ് ആണ് എഴുതേണ്ടത്. ബട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫ് എക്സാമ്പിൾ എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് നമ്മൾ മാസിന്റെ കൺസിഡറേഷൻ പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഓക്കെ, എന്താണ് A1 V1 ഈസ് ഈക്വൽ ടു A2 V2. A1 V1 എന്ന് പറയുന്നത് എന്താണ്, നമുക്കിപ്പോ ഒരു ട്യൂബ് ആണെന്ന് വെച്ചോളൂ. ഇത് നമ്മളൊരു ട്യൂബാണ്, ജസ്റ്റ് ഒരു ഓസ് എന്നോ എന്തെങ്കിലും വിചാരിച്ചാൽ മതി, നമ്മുടെ ഗാർഡൻ ഹൗസ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടുത്തെ V1 V2 എന്താണ്, വെലോസിറ്റീസ് ആണ്. V1 ഇവിടുത്തെ വെലോസിറ്റി, ഇതെന്താണ് ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, A2 V2. ഓക്കെ, A2 V2. അപ്പോൾ നമുക്ക് അവിടെ A1 V1 is equal to A2 V2 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഒരു ബേസിസിൽ അപ്പൊ ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ഞാൻ ഫസ്റ്റ് കേസിൽ ഞാൻ അവിടെ നമ്മുടെ വോളിയം എന്ന് പറഞ്ഞ ഡൗട്ട് ഉണ്ട്, അത് വെലോസിറ്റി ആണ് കേട്ടോ. നമുക്ക് വെലോസിറ്റി ടേംസിട്ട് മാറ്റുന്നത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മാറ്റിയിട്ടുള്ള ഡൗട്ട് ഉണ്ട്, ഒന്ന് നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. വെലോസിറ്റീസ് ആണ് A1 V1. ഓക്കെ, അപ്പൊ അതില് നമുക്ക് പറയുന്നത് എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മുടെ ഈ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത്, ഓക്കെ, നമ്മളവിടെ ചെടിക്ക് വെള്ളം വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അതിന്റെ ആ ഒരു ഓസിന്റെ ഇതിപ്പോ നമ്മൾ ടാപ്പ് വരെ കണക്ട് ചെയ്തു. ഓക്കെ, നമ്മളിതിന്റെ ടാപ്പ് വരെ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടാപ്പിന്റെ മറ്റൊരു എൻഡ് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ആ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ അടച്ചു പിടിക്കാറുണ്ട്. ഓക്കെ, അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ആ ഒരു നല്ല ദൂരത്തിൽ എന്ത് ചെയ്യും, ആ വാട്ടർ അവിടെ ഫോൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഓസിന്റെ ഒരു എൻഡ് നമ്മുടെ ഫിംഗർ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അതിന്റെ വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു കോൺസിക്വൻസ് എന്താണ്, നമ്മൾ ആ ഒരു എൻഡിൽ നമ്മുടെ തമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ നമ്മൾ വയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഇക്വേഷൻ കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് അവിടെ നമ്മുടെ ഏരിയ കുറയുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ നമുക്ക് കോൺസ്റ്റന്റ് വോളിയം ഫ്ലോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ വെലോസിറ്റി അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാരണം നമ്മളവിടെ ഏരിയ കുറച്ചു, അതനുസരിച്ച് എന്ത് ചെയ്യണം, ആ വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓസിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിംഗർ വെച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ചെയ്തിട്ടില്ലാത്തവർ, ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ അടച്ചു പിടിക്കുന്ന സമയത്ത് ചെറിയൊരു ഹോൾ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ കൂടി എന്ത് ചെയ്യും, നല്ല ഫോഴ്സിൽ വെള്ളം പോകും. ഓക്കെ, മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമായിരിക്കും. പക്ഷെ നമ്മളിവിടെ അടച്ചു പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ അത് ദൂരോട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസാണ് എന്ത്, നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വരാം. ഇത് മാത്രമല്ല, നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടെയിൻസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഈ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ വീടിന്റെ മുറ്റത്തും ബിൽഡിംഗ്സ് ഫ്രണ്ടിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെറിയ നോസിൽസാണ് വയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ടർബുലന്റ് ഫ്ലോനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അടുത്ത് നമുക്ക് ചോദിച്ചിട്ട് നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഫ്ലോ ആണ്. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതവിടെ ഒരു സ്മൂത്ത് ഫ്ലോ ആണ്. ഓക്കെ, സ്മൂത്ത് ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് നടക്കുന്നത്. പിന്നെ എന്ത് വരുന്നുണ്ട്, പാരലൽ ഫ്ലോ ആണ്. ഓക്കെ, പാരലൽ ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്, പാരലൽ ഫ്ലോ വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിലൊരു റാൻഡംനെസ് ഒന്നും ഇല്ല. ഓക്കെ, കയോട്ടിക് സിറ്റുവേഷനോ റാൻഡംനെസ് ഒന്നും ഇല്ല അവിടെ വരുന്നത്. അപ്പൊ അതും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. അപ്പൊ ഇതായത് മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ശരിക്കും ആ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നുണ്ട്, മാസ് ഫ്ലോ റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ തുടരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ്. അവിടെ നമുക്കത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന റിലേഷൻ ഉണ്ടല്ലോ.
അപ്പൊ അവിടെ നമുക്കത് മാസ് ആക്കി മാറ്റാം. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ബേസിസിൽ ρ1 A1 B1 ഈസ് ഈക്വൽ ടു ρ2 A2 B2. കണ്ടോ? ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ശരിക്കും ഇത് തന്നെയാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ട് സ്റ്റേറ്റിലെ ഡെൻസിറ്റീസിന്റെ ഇക്വേഷൻ, ഏരിയ ദെൻ അതിന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, നമുക്കിവിടെ മാസ് കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടിന്റെ മാസിന്റെ ടേംസ് ആണ്. ഓക്കെ, m1 ഈസ് ഈക്വൽ ടു m2 ആണ് നമുക്കവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് സെഷൻ കാണുന്നവർ എന്ത് ചെയ്യാം, അത് നോക്കിയതിന് ശേഷം കണ്ടതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ദെൻ ടർബുലന്റ് ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, കയോട്ടിക് ആണ്, റാംഡംനെസ് ഉണ്ട്, പിന്നെ പാരലൽ ഫ്ലോ അല്ല. ഓക്കെ, എന്ത് ചെയ്തു, അവിടെ കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിക്ക് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് കയോട്ടിക് റാൻഡംനെസ് പറയാം. പിന്നെ വേർപൂൾസ് ഫോം ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, വേർപൂൾസ് എന്ത് ചെയ്യും, അവിടെ ഫ്ലോ ചെയ്യും. അപ്പൊ അതൊക്കെ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ടർബുലന്റ് ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇതിന് അതുപോലെ നമുക്ക് അവിടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, സ്ട്രീം ലൈൻ ഫ്ലോ പാരലൽ ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ പറയാൻ പറ്റും നമുക്ക് അവിടെ. പിന്നെ വേറെ എന്ത് പറയാം, അതുപോലെ നമുക്ക് അവിടെ റാൻഡംനെസ് ഇല്ല. then അതുപോലെ തന്നെ വേറെ എന്ത് ചെയ്യുന്നുണ്ട്, സ്മൂത്ത് ഫ്ലോ ആണ്, ക്രോസിംഗ് ഇല്ല, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതെല്ലാം നമ്മുടെ ഈ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നോക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റെനോൾഡ് നമ്പറിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, ക്രിട്ടിക്കൽ വെലോസിറ്റി ദാറ്റ് ഈസ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി ബേസിക്കലി മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ചേഞ്ച് ഫ്രം ലാമിനാർ ടു ടർബുലന്റ്. ഓക്കെ, അത് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകല്ലേ, എന്താണ് ലാമിനാറിൽ നിന്നും, ഓക്കെ, ലാമിനാർ ഫ്ലോയിൽ നിന്നും ലാമിനാർ ടു ടർബുലന്റ്. ഓക്കെ, അപ്പോൾ ലാമിനാർ ഫ്ലോയിൽ നിന്ന് ടർബുലോട്ട് മാറുന്ന ആ ഒരു വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നവിടെ പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി ദെൻ നമ്മൾ ആ ഒരു കണ്ടീഷൻ നോക്കണം. കാരണം ആ വെലോസിറ്റി മാറുമ്പോൾ എന്ത് ചെയ്യും, ലാമിനാർ ഫ്ലോ നേരെ ടർബുലന്റ് ആയിട്ട് മാറും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ടാപ്പ് ഓപ്പൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ഒരു ടാപ്പ്, നോർമൽ ഒരു ടാപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ടാപ്പ് മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആ ടാപ്പിൽ നിന്ന് വാട്ടർ എങ്ങനെ വരും, അത് നമ്മുടെ സാധാരണ ഈ വാഷ് ബേസിനിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ടാപ്പ്, നമ്മൾ സാധാരണ പുറത്തൊക്കെ വയ്ക്കുന്ന ടാപ്പിൽ, ഔട്ട് സൈഡിലൊക്കെ വയ്ക്കുന്ന സാധാരണ നോർമൽ ടാപ്പ്. ഓക്കെ, നമ്മുടെ കൈയൊക്കെ കഴിവാൻ നമ്മൾ കോളേജിൽ ഇരിക്കുന്ന ആ ഒരു ടാപ്പ്, നോർമൽ ടാപ്പ് നമ്മൾ അവിടെ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വെള്ളം വരുന്ന ഒരു എന്താണ്, ലാമിനാർ ഫ്ലോ ആണ്. നമുക്കത് ഒഴുകുന്നതായിട്ട് തോന്നത്തില്ല, ഒരു സ്റ്റഡി ഫ്ലോ വരും. അതേസമയം നമ്മൾ അതിന്റെ ആ ഒരു ടാപ്പിന്റെ ക്യാപ്പ് കൂടുതൽ റിലീസ് ചെയ്താലോ, കൂടുതൽ വാട്ടർ ഫ്ലോ ചെയ്യിപ്പിച്ചാലോ അതെന്തായിട്ട് മാറും, ഒരു ടർബുലന്റ് ആയിട്ട് മാറും. അപ്പൊ അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് question, describe the streamlines and how do they help in understanding fluid motion. അതായത് എന്താണ് സ്ട്രീം ലൈൻ, then അതെങ്ങനെയാണ് നമുക്ക് ഫ്ലൂയിഡ് മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് മെയിൻലി എന്താണ്, സ്ട്രീം ലൈൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഇമാജിനറി ലൈൻസ് ആണ്. കാരണം നമുക്കിപ്പോൾ ഒരു ഫ്ലൂയിഡ് മോഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് ഫ്ലൂയിഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈൻസ് ആണ്, ഇമാജിനറി ലൈൻസ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഓക്കെ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻസ് മീൻസ് വിച്ച് ഇസ് ദ ഇമേജിനറി ലൈൻസ്. ഓക്കെ, എന്താണ് ഇമേജിനറി ലൈൻസ് ആണ്. ഓക്കെ, ഇമേജിനറി ലൈൻസ് ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് യൂസ്ഡ് ടു വിഷ്വലൈസ് അണ്ടർസ്റ്റാൻഡ് ദ മോഷൻ ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, മോഷൻ ഓഫ് ഫ്ലൂയിഡ് മോഷനെ കുറിച്ച് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമേജിനറി ലൈനാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഒരു സ്ട്രീം ലൈൻസ്. ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോ അല്ല ചോദിക്കുന്നത്, സ്ട്രീം ലൈൻസ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക്
ഒരു ഫ്ലൂയിഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ ഒരു ടാൻജന്റ്, ഓക്കെ, സ്ട്രീം ലൈൻസിന്റെ ഒരു ടാൻജന്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ദ സ്ട്രീം ലൈൻസ് ആർ ഓൾവേസ് ടാൻജന്റ് ടു വെലോസിറ്റി വെക്ടർ. ഓക്കെ, ആ ഒരു വെലോസിറ്റി, അതായത് വെലോസിറ്റി കമ്പോണന്റിന് ടാൻജന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രീം ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്ട്രീം ലൈൻസിന് ശരിക്കും ഒരു ക്രോസിംഗ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്ട്രീം ലൈൻസ് ഒരു കണ്ടിന്യൂസ് ലൈൻസ് ആണ്. സോ ഇതിപ്പോ ഒരു സ്ട്രീം ലൈൻ മറ്റൊരു സ്ട്രീം ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യത്തില്ല ഒരിക്കലും. ഓക്കെ, എന്ത് ചെയ്യും, സ്ട്രീം ലൈൻസ് ആണ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ദെൻ പിന്നീട് വരുന്നത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇടയ്ക്ക് ബ്രേക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല, കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഫ്ലൂയിഡ് മോഷനെ കുറിച്ച് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഫ്ലൂയിഡ് മോഷനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാം. കാരണം അതിന്റെ ഫ്ലോ പാറ്റേൺസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു എയറോഡൈനാമിക്സ്, നമ്മൾ ആ എയർപ്ലെയിൻ വിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമുക്ക് അവിടെ വരുന്നത് സ്ട്രീം ലൈൻസിന്റെ. ഓക്കെ, ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, എയറോഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിന്റെ ബിഹേവിയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആ സമയം നമുക്കിപ്പോൾ ലിക്വിഡ്സിന്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ നോക്കാം. ലിക്വിഡ്സ് അത് ഹൈഡ്രോയിലാണ് വരുന്നത് ബേസിക്കലി. പിന്നെ എയറോഡൈനാമിക്സ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൂടി നമുക്ക് ആ ഒരു എയറോഡൈനാമിക്കൽ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്ട്രീം ലൈൻസ് വരയ്ക്കും. സ്ട്രീം ലൈൻസ് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എയറോപ്ലെയിൻ വിങ്ങിനെ കുറിച്ച് നമുക്ക് ഉണ്ട് അത്. ഓക്കെ, ലിഫ്റ്റ് ഓഫ് ആൻഡ് എയറോപ്ലെയിൻ വിങ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീം ലൈൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അത് യൂസ് ചെയ്യുവാണ്. ഓക്കെ, സ്ട്രീം ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, next question, explain how the velocity of a fluid increase when it flow from a wider to a narrow pipe. ഓക്കെ, അതായത് നമ്മളൊരു വൈഡർ പൈപ്പ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു പൈപ്പാ. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ നേരെ അത് പോയിട്ട് നമുക്കൊരു നാരോ പൈപ്പിലോട്ട് പോവാം. ഓക്കെ, എന്ത് ചെയ്യുന്നു, ആ ചെറിയൊരു പൈപ്പിലോട്ട് അത് ഷോർട്ടൺ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു വൈഡർ പൈപ്പിൽ നിന്നും ഒരു നാരോ ഓപ്പണിംഗിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഓക്കെ, ആസ് പെർ ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെലോസിറ്റി എന്ത് ചെയ്യും, ആ വെലോസിറ്റി അവിടെ വൈഡർ പൈപ്പിലോട്ട് പോകുന്ന സമയത്ത് വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് when the fluid flow from wider pipe to narrow pipe, the cross section area decrease ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വെലോസിറ്റി എന്ത് ചെയ്യും, അവിടെ വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, നോർമലി നമുക്ക് അറിയാം, വലിയൊരു പൈപ്പിലും ചെറിയ പൈപ്പിലൂടെ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 is equal to A2 V2 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് A1 V1 is equal to A2 V2 ആണ്. ഓക്കെ, A2 V2. അപ്പൊ നമ്മളിവിടെ നമുക്ക് V2 ഇവിടുത്തെ വെലോസിറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, V2 എന്ത് ചെയ്യുന്നു, വെലോസിറ്റി, ഹൗ ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസ്. ഓക്കെ, എങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻക്രീസ് ചെയ്യുമെന്നല്ല, എങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും അവിടെ, കാരണം എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്, ബിക്കോസ് നമുക്കിവിടെ ഫ്ലൂയിഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫ്ലോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഫ്ലോ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏരിയ കുറയുന്നുണ്ട്. അപ്പൊ ഏരിയ കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, വെലോസിറ്റി അവിടെ കൂടണം. കാരണം ഇക്വേഷനിൽ വരത്തുള്ളൂ, ദാറ്റ് ഈസ് A1 V1 by V2 is equal to A2. അപ്പൊ ഇവിടെ ഏരിയ കുറയുന്നു, അതനുസരിച്ച് വെലോസിറ്റി കൂടുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അത് ഫ്ലോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രോബ്ലം സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ 2 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മെയിൻലി ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അപ്പോൾ അത് 2 നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം നമ്മളിവിടെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് that is about water flow through a cylinder pipe of diameter 10 centimeter at a velocity of 3 meter per second. Okay, 3 meter per second. The pipe then narrow to a diameter of 5 centimeter. Determine the velocity of water in the narrow section. Okay, അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്കിപ്പോൾ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആദ്യം നമ്മളൊരു സിലിണ്ടറിക്കൽ പൈപ്പ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ എത്രയാണ്, ഡയമീറ്റർ നമുക്ക് അവിടെ ഇറ്റ് ഈസ് 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ ഡയമീറ്റർ. എന്നിട്ട് ആ സമയത്ത് എന്റെ ഫ്ലോ എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്. ഓക്കെ, 3 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്. സോ എന്ത് ചെയ്യുന്നു, അതവിടെ ഷോർട്ടൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ ഇങ്ങനെ ഷോർട്ടൺ ആയിട്ട് വരുവാണ്. ഓക്കെ, പൈപ്പ് ഇവിടെ നാരോ ആയി. നാരോ ഡയമീറ്റർ എത്രയായിട്ട് മാറി, നാരോ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 5 സെന്റിമീറ്റർ ആണ് അവിടുത്തെ ഡയമീറ്റർ. ഓക്കെ, 5 സെന്റിമീറ്റർ ഡയമീറ്റർ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി ചോദിക്കുന്നത് എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 is equal to A2 V2. ഓക്കെ, A1 V1 is equal to A2 V2. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ that is നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് V2 is equal to A1 V1 divided by A2. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, പൈ ആർ സ്ക്വയർ ബൈ, ഓക്കെ, പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ. ഇവിടെ ആറില്ല, നമുക്ക് ഡയമീറ്ററിനുള്ളത്. സോ അതിന്റെ ഡയമീറ്ററിന്റെ ഹാഫ് വരും. ഓക്കെ, ഡയമീറ്ററിന്റെ ഹാഫിന്റെ സ്ക്വയർ വരും. സോ അങ്ങനെ വരുന്നതുകൊണ്ട് പൈ ആർ സ്ക്വയർ ഏരിയ. ദെൻ പൈ
ഇപ്പോൾ ഡയമീറ്റർ അല്ലേ, അപ്പോൾ ഡയമീറ്റർ സ്ക്വയർ ബൈ 2 സ്ക്വയർ 4 വരും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഏരിയ, കാരണം ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഹാഫ് എടുത്ത് എഴുതിയാൽ മതി, റേഡിയസ് ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതിയാൽ മതിയാ. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കിയെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 എന്ന ആൻസർ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. 12 കിട്ടുന്നത് 12 പോയിന്റ് സംതിങ് വരും, ഒരു പോയിന്റ് വാല്യൂടെ ഇവിടെ ഡെസിമൽ വാല്യൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതാണ് ആൻസർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ്, ഒന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, then next question. A large tank is filled with water up to a height of 4 meters. A small hole is made at the bottom of the tank. Calculate the velocity of the water flowing out of the hole. Okay, ഇത് ഏത് ഇതെന്നറിയാമോ, നമ്മുടെ ടോർസെല്ലി തിയറം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ചെറുതായിട്ടുള്ള നമ്മുടെ ടോർസെല്ലി തിയറം പറയുന്നുണ്ട്, v = √2gh എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ടാവാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ക്വസ്റ്റൻ? എ ലാർജ് ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് 4 meters. Then a small hole is made at the bottom. Okay, ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിന്റെ എന്താണ് ഹൈറ്റ് എത്രയാണ്? 4 meter ആണ്. ഓക്കെ, 4 meter ഉയരത്തോട് കൂടിയ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് താഴെ ഒരു ഹോൾ ഇട്ടു. ഓക്കെ, ഹോൾ ഇട്ടു. അപ്പോൾ അവിടുത്തെ ഇവിടുന്ന് പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. എന്നെടുക്കാം, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷർ മീൻസ് അവിടെ നമുക്കൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഹൈറ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇതുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ v = √2gh എന്ന് കിട്ടും. ഓക്കെ, v = √2gh. ഓക്കെ, നമുക്ക് വെലോസിറ്റി മതി, ദാറ്റ് ഈസ് √2gh ന് 2 × 9.8, then h ഹൈറ്റ് 4 meter എന്ന് പറയുന്നുണ്ട്. സോ 4 meter. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിയർലി ഈക്വൽ ടു 8.8 സംതിങ് വരും. ഓക്കെ, 8.845 സംതിങ് അവിടെ നമുക്ക് വരണം, മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതാണ് അടുത്ത വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം സെക്ഷൻ മെയിൻലി ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോക്കിയാൽ അതിനകത്ത് ഉണ്ടാവും ബാക്കി പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് അവിടെ ചോദിക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ വേറെ ചാൻസസ് ഇല്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കറക്റ്റ് അവിടെ നോക്കുക. ഓക്കെ, മാക്സിമം നേരത്തെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, 8:40 എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാക്സിമം ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ ടൈം അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.